നിശബ്ദതയ്ക്ക് പോലും ഒരു താളമുണ്ട്. നാം ശ്വസിക്കുന്ന ഈ നിമിഷത്തിന് ഒരു ചരിത്രമുണ്ട്. കാലത്തിന്റെ അനന്തമായ പ്രവാഹത്തിൽ ഒരു സെക്കൻഡ് സൂചി മറ്റൊന്നിലേക്ക് ചാടുമ്പോൾ നാം കരുതുന്നു ഒരു വർഷം അവസാനിച്ചുവെന്ന്. എന്നാൽ സത്യത്തിൽ പ്രപഞ്ചം അതിന്റെ മറ്റൊരു വിസ്മയ യാത്ര തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ പുതുവർഷം അളന്നിരുന്നത് നക്ഷത്രങ്ങളുടെ തിളക്കം നോക്കിയല്ല, മറിച്ച് ഭൂമിയുടെ ഗന്ധം നോക്കിയായിരുന്നു. ആധുനിക കലണ്ടറുകൾ വരുന്നതിനു മുൻപ് പല സംസ്കാരങ്ങളിലും പുതുവർഷം എന്നത് ഒരു ആഘോഷമായിരുന്നില്ല, അതൊരു അതിജീവനത്തിന്റെ പരീക്ഷയായിരുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ പുതുവർഷം എപ്പോഴും ശൈത്യത്തിലായിരുന്നില്ല. പുരാതന ഈജിപ്തുകാർക്ക് പുതുവർഷം നൈൽ നദിയിലെ വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളപ്പൊക്കം ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കിയിരുന്ന ആ നിമിഷമാണ് അവർ പുതിയൊരു തുടക്കമായി കണ്ടത്. പേർഷ്യക്കാർക്ക് അത് വസന്തത്തിന്റെ തുടക്കമായിരുന്നു. അങ്ങനെ മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതിയുടെ മാറ്റങ്ങളെയാണ് പുതുവർഷം എന്ന് വിളിച്ചിരുന്നത്. റോമൻ ഇതിഹാസങ്ങളിൽ ജാനസ് എന്ന രണ്ട് മുഖമുള്ള ദേവനുണ്ട്. ഒരു മുഖം ഭൂതകാലത്തിന്റെ നിഴലുകളിലേക്കും മറുമുഖം ഭാവിയുടെ പ്രകാശത്തിലേക്കും നോക്കുന്നു. നമ്മളും ഇന്ന് ആ നിൽപ്പിലാണ്. പിന്നിട്ട വഴികളിലെ മുറിവുകളെ നോക്കി പുഞ്ചിരിക്കാനും വരാനിരിക്കുന്ന നിഗൂഢതകളെ ധൈര്യത്തോടെ വരവേൽക്കാനുമുള്ള ആ ഒരു നിമിഷം. എന്താണ് ഈ പുതിയ വർഷം നമുക്ക് നൽകുന്നത്? വെറുമൊരു കലണ്ടർ അല്ല, അതൊരു ബ്ലാങ്ക് പേജ് ആണ്. 365 വരികളുള്ള ഒരു പുസ്തകത്തിലെ ആദ്യത്തെ ശൂന്യമായ താൾ. പലപ്പോഴും നമ്മൾ പരാജയങ്ങളെ ഭയക്കുന്നു. എന്നാൽ വീഴുന്ന ഓരോ ഇലയും മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് അടുത്ത വസന്തത്തിൽ മരത്തിന് കരുത്തു നൽകാനാണ്. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സങ്കടങ്ങൾ വെറും കല്ലുകളല്ല, അവ നിങ്ങൾ നാളെ പണിയാൻ പോകുന്ന കൊട്ടാരത്തിന്റെ തറക്കല്ലുകളാണ്. കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല, പക്ഷെ കാലത്തിന് മേൽ അടയാളങ്ങൾ പതിപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ വർഷം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ മനുഷ്യനെ പുറത്തെടുക്കുക. മറ്റാരോ എഴുതിയ തിരക്കഥയിൽ അഭിനയിക്കുന്നതിനേക്കാൾ സ്വന്തം ജീവിതത്തിന്റെ സംവിധായകനാവുക. തിളക്കം എന്നത് പുറമേയുള്ള അലങ്കാരങ്ങളിലല്ല, അത് നിങ്ങളുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യത്തിലാണ്. ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ടല്ല, വീണിടത്തു നിന്ന് നിങ്ങൾ എത്ര വേഗത്തിൽ എഴുന്നേറ്റു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതാ ഒരു പുതിയ ഉദയം, ഒരു പുതിയ സ്വപ്നം, ഒരു പുതിയ വിപ്ലവം. നിങ്ങളുടെ ഉള്ളിലെ തീജ്വാല അണയാതെ സൂക്ഷിക്കുക. ഏവർക്കും പ്രത്യാശയുടെ, ആവേശത്തിന്റെ, വിജയത്തിന്റെ പുതുവത്സരാശംസകൾ.